89.6 FM Sargakshetra SK Junction. Today's program brought to you by ഓരോ ഹൃദയമിടിപ്പും ജീവന്റെ തുടിപ്പാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയ താളത്തിനൊപ്പം മാർസ് ലീവ മെഡിസിറ്റി പാല. ഡോണ്ട് മിസ് എ ബീറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. SK ജംഗ്ഷൻ ആണ് സർഗക്ഷേത്ര 89.6 FM. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. അതുകൊണ്ട് തന്നെ SK ജംഗ്ഷനിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്കൊപ്പം ഉണ്ട്. സർഗക്ഷേത്ര 89.6 FM. അദ്ദേഹത്തെക്കുറിച്ച് നമ്മളെ പരിചയപ്പെടുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്കൊക്കെ സന്തോഷം അത് കേൾക്കുമ്പോൾ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ കൃഷ്ണൻ. ഞാൻ മാർസ് ലീവ മെഡിസിറ്റിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയക് സർജനാണ്. 20 വർഷമായി ഞാൻ കാർഡിയക് സർജറിയിലാണ്. ഓക്കെ സാർ, സർഗക്ഷേത്രയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പം ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഹൃദയ ദിനമായിട്ട് ആചരിക്കുകയാണ്. എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് ഹൃദ്രോഗം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ഇത്തരമൊരു സംഭവത്തിനെതിരെ ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ ചെറുപ്പകാലം മുതലേ നമ്മളുടെ ജീവിത ശൈലിയിൽ ചേർത്ത് പിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങയുടെ അനുഭവത്തിൽ? അതെ, ഇപ്പം കോവിഡിന് ശേഷം ഇപ്പം നമ്മൾ റീൽസ് എല്ലാവരും നോക്കുന്ന ഒരു സാധനമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ആഹാരം ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, ആഹാരം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരെണ്ണം പോലും ഇല്ല നമുക്ക് യെസ് പറയാൻ പറ്റും. ഏറ്റവും മോശമായ രീതിയിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ടേസ്റ്റിയാണ്, പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ അധികകാലം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ യുവതലമുറയിൽ ഇത്തരം അസുഖങ്ങൾ അധികമായി വരുന്നത്. ഓക്കെ സാർ, മീൻ ചെയ്ത് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് എന്നും പറഞ്ഞ് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ തട്ടുത് കടയിൽ പോയി ദോശയും ചിക്കൻ ഫ്രൈ, അപ്പോൾ അത് ജങ്ക് ഫുഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു ബീഫ് കറി, ഇപ്പോൾ സാധാരണ ഒരാൾ പോലും കഴിക്കാൻ തട്ടുകടയിൽ പോയി ബീഫ് കറിയും ദോശയും അല്ലെ ചപ്പാത്തിയുമായി. സോ ഇതെല്ലാം കൊച്ചു പിള്ളേർ മൂലം ഇപ്പം ആർക്കും ബാക്കിയൊന്നും വേണ്ട. പൊറോട്ട ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഫസ്റ്റ് അതിനകത്താണ് വീഴുന്നത്. സോ അത് കൊച്ചിലേ ഉള്ള ശീലം അത് മാറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എങ്ങനെ വിചാരിച്ചാലും ഈ അസുഖത്തിനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓക്കെ, അപ്പം സാറിൻ്റെ ഒരു അഡ്വൈസിൽ നമ്മളിപ്പം പിള്ളേർക്കൊരു ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും അത് സജസ്റ്റ് ചെയ്യുക? നാടൻ ആഹാരങ്ങൾ, അതായത് വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കഴിവതും ഉപ്പ് പാകമായിട്ട് ഇടുക. എന്ന് പറഞ്ഞാൽ ഉപ്പിടാതെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കാണത്തില്ല. സോ കഴിവതും കൺട്രോൾ സോൾട്ട് ഇൻടേക്ക്, ഷുഗർ, അതാണ് ഏറ്റവും വില്ലൻ. അത് കഴിവതും ഇപ്പം എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ ചായ പഞ്ചസാര ഇല്ലാതെയാണ്, പാല് പഞ്ചസാര ഇല്ലാതെ. സോ അതേപോലെ അത്രയ്ക്കും ഇല്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങനെ നോക്കുക. കൊക്കോകോള, പെപ്സി അങ്ങനത്തെ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ ജങ്ക് ഫുഡ്, ഈ KFC, മക്ഡൊണാൾഡ്സ് അങ്ങനത്തെ സാധനങ്ങൾ കൊച്ചിലെ മുതലേ ശീലിപ്പിക്കാതിരിക്കുക. പിന്നെ അവരെ നമുക്ക് കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇഫ് ദേ ആർ നോട്ട് യൂസ് ടു ഇറ്റ് ദെൻ പിന്നെ അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് കാണത്തില്ല. സോ വീട്ടിലുണ്ടാക്കുന്ന ചിക്കനായാലും മീനായാലും എത്ര വേണമെങ്കിൽ കൊടുക്കുക, അത് വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ. ഓക്കെ, ഹൃദയത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹൃദയത്തെ താരാട്ടുകയും ഹൃദയത്തിന് താരാട്ട് പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ ഡോക്ടറാണ് നമ്മളോടൊപ്പം ഉള്ളത്, കൃഷ്ണൻ സാർ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, 2-3 പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഹൃദയത്തെ താരാട്ടുന്ന, ഹൃദയത്തെ തഴുകുന്ന വിശേഷങ്ങളിലേക്ക് വരാം. SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. ദിസ് ഇസ് മീ RJ സൂരജ്. 89.6 FM Sargakshetra SK Junction. Today's program brought to you by ഓരോ ഹൃദയമിടിപ്പും ജീവന്റെ തുടിപ്പാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയ താളത്തിനൊപ്പം മാർസ് ലീവ മെഡിസിറ്റി പാല. ഡോണ്ട് മിസ് എ ബീറ്റ്. You're listening to സർഗക്ഷേത്ര 89.6 FM. SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്, RJ സൂരജ്. ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ്. ഡോക്ടർ കൃഷ്ണൻ C ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സീനിയർ കാർഡിയാക് കൺസൾട്ടൻ്റ് ആണ് മാർസ് ലീവ മെഡിസിറ്റി പാലയിൽ. സർ, ഇപ്പം പൊതുവേ പല ആളുകളും അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു റോങ് മെസ്സേജസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരും. ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്തുകൂടാ അങ്ങനെ പറഞ്ഞ് ഒരുപാട് റോങ് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടി നമുക്കിപ്പം സൊസൈറ്റിയിൽ ഒന്ന് ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം തെറ്റായ സന്ദേശങ്ങളാണ് പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വരും. ഇന്നത് ചെയ്തുകൂടാ, ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്നത്. നിങ്ങൾ ക്രോണിക് കാർഡിയക് പേഷ്യൻ്റ് ആവും, അല്ലെങ്കിൽ കാർഡിയക് പേഷ്യൻ്റ് ആയ ഒരാൾ ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പാനിക് ആവുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊക്കെ സാറിന് ശ്രദ്ധയിൽ വരാറുണ്ടോ? ഇത് ധാരാളം. ആക്ച്വലി ഓരോരുത്തർക്കും ഇപ്പം നമുക്കൊരു ഷർട്ട്, ഇപ്പം എൻ്റെ ഷർട്ട് നിങ്ങൾക്ക് പാകമാകത്തില്ല, അതേപോലെ നിങ്ങളുടെ ഷർട്ട് എനിക്കും പാകം. അപ്പോൾ എല്ലാവരും ബേസ് ചെയ്ത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ രാവിലെ കാർഡിയക് സർജറി കഴിഞ്ഞ പേഷ്യൻസ് പലരും പറയാറുണ്ട്, ഞാൻ രാവിലെ 2 ലിറ്റർ എണീറ്റുണ്ട് 2 ലിറ്റർ വെള്ളം കുടിക്കും, അത് കഴിഞ്ഞ് 2 മണി കഴിയുമ്പോൾ പിന്നെ ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കും. ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ മാത്രമാണ്. ഇത് നമ്മൾ സാധാരണ വെയിലത്തൊക്കെ പോയി ഒരു യങ്സ്റ്ററാണ്, അല്ല അത്യാവശ്യം വേർക്കുന്ന ജോലി ചെയ്യുന്ന ആളാണ്, ദെൻ ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ കാർഡിയാക് പേഷ്യൻ്റ് ആയിട്ട് അവരും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാതിരിക്കും. പക്ഷേ അത് ട്രബിൾസം ആണ്. അതൊക്കെയാണ് ഈ വാട്സാപ്പ് വഴി പറയുമ്പോൾ, ഇപ്പോൾ ഒരുപാട് പേരൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ധാരാളം കുടിക്കുക എന്ന് പറയുള്ളൂ. എത്ര ആർക്ക് ഇതൊന്നും ഇഫ്സ് ആൻഡ് ബട്ട്സ് ഇല്ലാതെ അവർ പറയുന്നത്. സോ ദാറ്റ് ഇസ് വെൻ യു ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ. ഓക്കെ, അങ്ങയുടെ ഒരു സജഷനിൽ ഇപ്പം ഒരു
കാർഡിയക് ഇഷ്യൂ വന്ന ഒരു പേഷ്യൻറ്റ് ഇപ്പോൾ നോർമലി ഒരു ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞ് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരുടെ ഒരു ഡെയിലി ലൈഫിൽ അവർ ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ അവർക്കൊരു ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മളിപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടി വരുന്നത്? ആദ്യത്തെ 3 മാസമാണ് വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. നമുക്ക് സ്ലോലി ഇപ്പോൾ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തീർന്നു എന്നുള്ളതല്ല. നമുക്ക് സ്ലോ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. അതായത് ആദ്യമേ വീട്ടിനകത്ത് നടക്കുക, പിന്നെ വെളിയിലിറങ്ങി നടക്കുക. പലരും ചോദിക്കാറുണ്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ പേഷ്യൻസിന് സൈക്കിൾ ഔട്ടാകുമോ, ട്രെഡ്മിൽ ചെയ്യാമോ? ട്രെഡ്മില്ലാണ് ഏറ്റവും ഡേഞ്ചറസ്. ആക്ച്വലി ഒരു ഏജ് കഴിഞ്ഞാൽ വാക്കിംഗ് ആണ്. അത് പലരും ചോദിക്കും കൈ ബ്രിസ്ക്കായിട്ട് ബ്രിസ്ക് അങ്ങനെയൊന്നും വേണ്ട. നിങ്ങളെ കൊണ്ട് നടക്കാവുന്നത്രയും ദൂരം, പക്ഷേ ഒരേ പേസിൽ എത്ര ദൂരം നടക്കാൻ പറ്റും. പലരും ഉണ്ട് ഒരു കടയിൽ നിന്ന് മറ്റേ കടയിലോട്ട് സംസാരിച്ച് പോകും, അപ്പോൾ അത് നടക്കത്തില്ല. അങ്ങനെയല്ല, ഇതിനെന്ന് പറഞ്ഞ് നടക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ്. അതല്ല ട്രെഡ്മിൽ, ബാഡ്മിൻ്റൺ, ഇതൊക്കെ ഡേഞ്ചറസ് സ്പോർട്സ് ആഫ്റ്റർ എൻ MI. ഓൾറൈറ്റ്, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ബിഫോർ ദാറ്റ് കുറേ നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ടുഡേയ്സ് പ്രോഗ്രാം ബ്രോട്ട് യു ബൈ ഓരോ ഹൃദയമിടിപ്പും ജീവന്റെ തുടിപ്പാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയ താളത്തിനൊപ്പം മാർസ് ലീവ മെഡിസിറ്റി പാല. ഡോണ്ട് മിസ് എ ബീറ്റ്. 20 വർഷത്തിലധികമായി ഹൃദ്രോഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ കൃഷ്ണൻ സി ആണ് നമ്മളോടൊപ്പം ഇന്ന് SK ജംഗ്ഷനിൽ സർഗക്ഷേത്ര 89.6 FM വേൾഡ് ഹാർട്ട് ഡേയുമായി ബന്ധപ്പെട്ട് ഹൃദയത്തെ പരിചരിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ഇപ്പം ഒരു ക്രോണിക് ആയിട്ടുള്ള കാർഡിയാക് പേഷ്യൻസിന് ഡോക്ടർമാർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കുറേ മരുന്ന് കുറേ കാലത്തേക്ക് എന്ന് പറയും. ഇപ്പോൾ 5 times ആസ്പിരിൻ കണ്ടന്റ് ഉള്ളതൊക്കെ കുറച്ച് കാലം കഴിച്ച് കഴിയുമ്പോൾ ഇവർക്ക് മടി വരും. ഇനി കുഴപ്പമൊന്നുമില്ല, ഇനി കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടർ റിപ്പീറ്റ് എന്ന് പറയും. അപ്പോൾ ഇവർ ഇതെന്തായി ഡോക്ടർ എപ്പോൾ റിപ്പീറ്റ് എന്ന് എഴുതി വിടുവാണല്ലോ, ആ ഒരു ഇത് വരും. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള ഒരു ഇതെന്താണ് ശരി? അതായത് പ്രായം വരുംതോറും അസുഖത്തിന് നമ്മൾ ഈ ചികിത്സകളെല്ലാം ഒരു പാലിയേറ്റീവാണ്, ക്യൂർ ആക്കുന്നില്ല. അപ്പം ഇനിയും അസുഖം വരും. ഹാർട്ട് അറ്റാക്ക് വന്നവരാൾക്ക് ഇനിയും ഒരു അറ്റാക്ക് വരും, ബൈപ്പാസ് കഴിഞ്ഞാൽ ഇനിയും ബ്ലോക്ക് വരാം. പക്ഷെ അത് വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് ലൈഫ് ലോങ് മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. എസ്പെഷ്യലി കോമോബിഡിറ്റീസ് ലൈക്ക് ഡയബറ്റീസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളുകൾ ചോദിക്കും പൈസ ഇച്ചിരി കൂടുതലാണ്, കൊളസ്ട്രോളിൻ്റെ മരുന്ന്. എൻ്റെ കൊളസ്ട്രോൾ നോർമലാണ്. അത് നമ്മുടെ ഇരുമ്പ് പൈപ്പിൽ തുരുമ്പ് പിടിക്കുന്നത് പോലെയാണ്. ആ തുരുമ്പ് പാർട്ടിക്കിൾസ് ഇളകിപ്പോകാതിരിക്കാനും ഈ ഗുളികയ്ക്ക്, കൊളസ്ട്രോൾ ഗുളികയ്ക്ക്, അപ്പോൾ അതിനു വേണ്ടി കൊടുക്കുന്നത്. പലരും ഈ മരുന്നുകൾ വാട്സാപ്പ് വഴി ഇത് ശരീരവേദന ഉണ്ടാക്കും, ക്യാൻസർ ഉണ്ടാക്കും, വേണ്ട നിർത്തിക്കോ. പക്ഷെ അങ്ങനെ നിർത്തിയാൽ അത് പേഷ്യനെ തന്നെ ബാധിക്കും. ഇപ്പം എയുടെ കാലമാണ്, ടെക്നോളജി എത്രയോ വളർന്നിരിക്കുകയാണ്. എന്തുണ്ടെങ്കിലും ഉടനെ ടൈപ്പ് ചെയ്ത് നോക്കും, റിസൾട്ട് ഇങ്ങനെ നിരത്തി വരും. അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് വാങ്ങുന്ന ഒരു കാലം കൂടിയാണ് ഇത്. അപ്പം മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം പലപ്പോഴും പല രോഗങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ മസ്റ്റാണ് എന്നാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്വയം ചികിത്സ നടത്തുന്ന ആളുകളോട് അത് പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ അത് അവർ സ്വയം ചികിത്സയല്ല കേട്ടോ, അത് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ റീൽസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സ് അല്ല, പക്ഷേ ഡോക്ടറിനെ പോലെ അവർ ഇതേ കണക്ക് ചികിത്സ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു സയൻറ്റിഫിക് റീസൺ ഒന്നുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അസുഖം പ്രോഗ്രസ് ചെയ്യും. സോ പിന്നീട് ഈ ബുദ്ധിമുട്ട് വന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും ആശുപത്രി. ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പലരും പറയാൻ കേട്ടില്ലേ, ഞാൻ എന്ന് ആശുപത്രി കയറിയ അന്ന് മൂലം ഞാൻ ഡയബറ്റിക്, അത്രയും നാളും ഒരു കുഴപ്പമില്ല. ഇത് സ്ഥിരം കേൾക്കുന്ന ഡയലോഗുകളാണ്. പക്ഷെ അവർ നോക്കുന്നുമില്ല. അവർ പൈസ ലാഭിക്കാൻ വേണ്ടി ഇച്ചിരി ആയുർവേദം അല്ലെ ഹോമിയോപ്പതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. ബട്ട് അൾട്ടിമേറ്റ്ലി ദേ ഹാവ് ടു കം ബാക്ക് ടു അലോപ്പതി. അതെ, അലോപ്പതി എന്നല്ല പറഞ്ഞത്. പക്ഷേ റെഗുലറായിട്ടുള്ള ചികിത്സ, കാർഡിയക് പേഷ്യൻ്റ് ആണെങ്കിൽ റെഗുലർ ട്രീറ്റ്മെൻറ്റ് വേണം. ഫോളോ അപ്പ് ഇല്ലാതെ നടക്കത്തില്ല. ഓക്കെ, നമ്മൾ എത്ര പീരീഡ് കൂടുമ്പോഴാണ് നമ്മളൊരു മൊത്തത്തിൽ ഒരു റൊട്ടീൻ ചെക്കപ്പ്, ഒരു ഹൃദയ ചെക്കപ്പ് നടത്തേണ്ടത്? 40 ആണ് ബെസ്റ്റ് ടൈം. അതിന് മുമ്പ് സിംറ്റംസ് ഉണ്ടെങ്കിൽ, കാർഡിയക് ഇഷ്യൂ ഉണ്ടെങ്കിൽ എവറി 6 months. അതെ, ഹാർട്ടിന് പമ്പിങ് കുറവാണെങ്കിൽ ദെൻ എവറി 3 months. ഇന്നത്തെ SK ജംഗ്ഷനിൽ നമുക്ക് ഹൃദയ സംബന്ധമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ കൃഷ്ണൻ സാറാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കുറച്ച് പാട്ടുകൾക്ക് ശേഷം യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ടുഡേയ്സ് പ്രോഗ്രാം ബ്രോട്ട് യു ബൈ ഓരോ ഹൃദയമിടിപ്പും ജീവന്റെ തുടിപ്പാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയ താളത്തിനൊപ്പം മാർസ് ലീവ മെഡിസിറ്റി പാല. ഡോണ്ട് മിസ് എ ബീറ്റ്.
SK ജംഗ്ഷനാണ് സർഗക്ഷേത്ര 89.6 FM. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഹൃദയത്തെ പരിചരിക്കേണ്ടത് എങ്ങനെ, ഹൃദയത്തെ എങ്ങനെയൊക്കെ പരിചരിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമ്മളുടെ ചില സംശയങ്ങൾ ഇല്ലാതാക്കുന്നതിനും നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനും വേണ്ടിയിട്ട് ഇന്നത്തെ SK ജംഗ്ഷനിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ കൃഷ്ണൻ സി ആണ്. അദ്ദേഹം മാർസ് ലീവ മെഡിസിറ്റി പാലായിലെ സീനിയർ ഹൃദ്രോഗ വിഭാഗം മേധാവിയാണ്. സർ നമസ്കാരം. നമസ്കാരം. ഓക്കെ സർ, പൊതുവേ നമ്മളിപ്പോൾ ഒരു സിനിമാ താരത്തിനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് ആ ഒരു ഭംഗിയുടെ ഒരു ബ്യൂട്ടിയുടെ രഹസ്യം എന്താണെന്നുള്ളതും. അതോടൊപ്പം ഞാൻ സാറിനോട് ചോദിക്കണം, 20 വർഷമായി ഈ ഒരു മേഖലയിലാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഫുഡ് ഹാബിറ്റ്സ് ആയാലും ഒരു വർക്കൗട്ടാണ് എല്ലാം സാറിന് ഒരു സൗന്ദര്യം കൂടി നിലനിർത്താൻ ഈ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ സാധിക്കും തോന്നുന്നുണ്ടോ? സ്ട്രെസ് ഫ്രീ, രാവിലെ എണീക്കുക, ഒരു 8 hours എങ്കിലും ഉറങ്ങുക, അത്യാവശ്യം കുറച്ച് വെള്ളം കുടിക്കുക, നല്ല ആഹാരം കഴിക്കുക, നല്ല വ്യായാമം ചെയ്യുക. ഡെഫിനറ്റ്ലി സുന്ദരന്മാർ സുന്ദരികൾ. ഞാൻ ചോദിക്കാൻ സാറിൻ്റെ ഫേസിൽ നോക്കി എനിക്ക് അങ്ങനെ ചോദിക്കാം, സാറിൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ്? ഞാൻ രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ എണീക്കും. 8 മണിയാകുമ്പം ഹോസ്പിറ്റലിൽ പോകണം. ഓക്കെ. സോ 5 മണി വരെ ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിള്ളേരുമായിട്ട് കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് നടക്കും. പിന്നെ TV, പിന്നെ എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിക്കില്ലെങ്കിൽ ഓർക്കും. സാറിൻ്റെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഹൃദ്രോഗ വിദഗ്ധൻ്റെ. അന്ന് പണ്ട് മോഹൻലാലായിരുന്നു. ഇപ്പോഴും അതൊക്കെ തന്നെ, മോഹൻലാലും അതൊക്കെ തന്നെ. ഓക്കെ. ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന പാട്ടുകളൊക്കെ കേൾക്കണം, മ്യൂസിക്കൊക്കെ? പിന്നെ പാട്ട് ഏതൊക്കെയാണ് സാർ? പാടുവോ? രണ്ടുപേർക്ക് മൂളി തുടങ്ങാം അല്ലേ? എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഫേവറേറ്റ് പാട്ട്. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ കാന്തിയോ. ഓക്കെ, നൈസ്. അപ്പോൾ മോഹൻലാലാണ് പ്രിയ താരം. ഇത്തരം മോഹൻലാൽ സിനിമയുടെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. നമ്മൾ ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത്, ഈ വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ മ്യൂസിക്കിലേക്ക് പോകണം. ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്തും ഇത്തരത്തിലുള്ള കാർഡിയാക് പ്രോബ്ലം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഇല്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിനൊരു പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കും അതൊക്കെ വരാനുള്ള സാധ്യത? ഒരുപാട് കാരണങ്ങളുണ്ട്. ആക്ച്വലി ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ആഹാരം, സ്ട്രെസ്സ്, ഹെറിഡിറ്ററി, സ്മോക്കിംഗ്, ഡിപ്രഷൻ എല്ലാം കാരണങ്ങളാണ്. അപ്പം ഹൗ വി ഹാൻഡിൽ ഇറ്റ് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഫാമിലി ആയിട്ട് അച്ഛനും അമ്മയ്ക്കും ഉണ്ട് എങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കൊരു 30-40 വയസ്സാകുമ്പോഴത്തേക്കും 38 to 40 years ആകുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പം ആരും ഒരു ചെക്കപ്പും ചെയ്യാറില്ല. ഇപ്പം നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഒരു 30-35 ആകുമ്പോഴത്തേക്ക് ഒരു കൊളസ്ട്രോൾ നോക്കുക, ഒരു ECG എടുത്ത് നോക്കുക, ജസ്റ്റ് ഒരു വേഗമായിട്ട് നോക്കിയാൽ മതി. പക്ഷേ അറ്റ്ലീസ്റ്റ് യു നോ ദറ്റ് ഒരു കുഴപ്പമില്ല, പ്രശ്നങ്ങൾ ഇത് കണക്ക് വരത്തില്ല. ഇത് ആരും നോക്കുന്നില്ല. ആദ്യമേ പോയി ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യും. സോ അതൊക്കെയാണ് ഈ പലപ്പോഴും കുഴഞ്ഞു വീഴുന്നതും. പിന്നെ ഈ മസിൽ കൂട്ടാൻ വേണ്ടിയുള്ള മരുന്നുകൾ, അനബോളിക് സ്റ്റിറോയിഡ്സ് ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാലും അത് ഒരുപാട് പാർശ്വഫലങ്ങൾ, അത് പെർമനൻ്റ് ആണ്, അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. സോ അത് കെയർഫുൾ അല്ലെങ്കിൽ ദാറ്റ് വിൽ ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ. സോ അങ്ങനെ ഹിസ്റ്ററി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കഴിവതും സ്മോക്കിംഗ്, അതാണ് നമ്പർ 1 കോസ്. പിന്നെ ഡയബറ്റിക് ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും അത് മാക്സിമം കൺട്രോളിൽ വെക്കാൻ നോക്കുക. അതൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഓൾറൈറ്റ്. ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പാട്ടുകൾ കേൾക്കുക എന്നുള്ളത്. അത് സാർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, മനോഹരമായ കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും ഈ ഒരു വേൾഡ് ഹാർട്ട് ഡേയിൽ SK ജംഗ്ഷനിൽ കൃഷ്ണൻ സാറിനോട് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. വെയിറ്റ് ഫോർ ദാറ്റ്. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. Today's program brought to you by ഓരോ ഹൃദയമിടിപ്പും ജീവന്റെ തുടിപ്പാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയ താളത്തിനൊപ്പം മാർസ് ലീവ മെഡിസിറ്റി പാല. ഡോണ്ട് മിസ് എ ബീറ്റ്. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ് ഈ സമയം. ദിസ് ഇസ് മീ RJ സൂരജ്. നമ്മളോടൊപ്പം ഡോക്ടർ കൃഷ്ണൻ സി ആണ്, സീനിയർ കാർഡിയാക് കൺസൾട്ടൻറ്റ് മാർസ് ലീവ മെഡിസിറ്റി പാല. ഓൾറൈറ്റ്. ഇത്തവണത്തെ ഒരു ഹാർട്ട് ഡേയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യന് തൻ്റെ ഹൃദയമിടിപ്പും അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൻ്റെ പരിചരണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ശ്രദ്ധിക്കാൻ പറ്റും? ഒന്ന്, ആഹാരം, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമ്മൾ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് വിടുക. സ്ട്രെസ് ഫ്രീ. ഇപ്പോൾ നമുക്കിപ്പം ആശുപത്രി വന്നാൽ നമുക്കും സ്ട്രെസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പേഷ്യൻ്റ് മോശമാകുമ്പോഴൊക്കെ നമ്മൾ തന്നെ, പക്ഷേ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്പിരിറ്റിൽ എടുത്തിരിക്കണം. അല്ലെ പിന്നെ രാത്രി വീട്ടിൽ വന്ന് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. സോ യു ഷുഡ് നോ ഹൗ ടു ഡീൽ വിത്ത് ഫ്രണ്ട്സുമായിട്ട് വൈകിട്ട് എന്താ പരിപാടി പോലത്തെ പരിപാടിയാണ്. പക്ഷേ എങ്കിലും ഫ്രണ്ട്സുമായിട്ട് ഗ്രൂപ്പ് ചാറ്റിങ്ങിന് പോവുക, ഒന്ന് വെളിയിലൊക്കെ പോവുക, ഒന്ന് അമ്പലം പള്ളിയിലൊക്കെ പോവുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫാമിലിയോടെ വെക്കേഷൻ എടുക്കുക, സ്പെൻഡ് ടൈം വിത്ത് ദ ഫാമിലി, സ്വിമ്മിങ്ങിന് പോവുക, ഹോളിഡേയ്സ്. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഇപ്പോൾ ബുക്ക് വായനയായിരിക്കും, മൃഗങ്ങളെ നോക്കുന്നതായിരിക്കും, ഇല്ലേ ചെടികൾ വളർത്തുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുക.
പിന്നെ ഹാവ് ഇനഫ് സ്ലീപ്പ്. പിന്നെ കഴിക്കാൻ ഫ്രൂട്ട്സ് എല്ലാവരും കഴിക്കണം എന്ന് പറയും. ഫ്രൂട്ട്സ് അതിനും ഇഫുണ്ട്. ഇഫ് യു ആർ എ ഡയബറ്റിക് ദെൻ ഫ്രൂട്ട് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് പെർ ഡേ. സോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ പോലെ. എങ്കിലും കഴിവത് നല്ലതായിട്ട് ഉറങ്ങുക, രാവിലെ എണീക്കുക, ഗോ എ ബിറ്റ് ഓഫ് എക്സസൈസ്, പിന്നെ ജോലി എടുക്കുക, പിന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ആഹാരം കഴിക്കുക. പലരും ഉണ്ട് ഒരു നേരം സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ 2 നേരത്തെ ആഹാരം ഒരുമിച്ച് കഴിക്കും. സോ അതൊക്കെയാണ് ബുദ്ധിമുട്ട്. 3 നേരം ആഹാരം കഴിക്കുക, വളരെ കുറച്ചാണെങ്കിലും ബട്ട് ഹാവ് സംതിങ്. അല്ലെങ്കിൽ ഈ വിശന്നിരുന്ന് 2 നേരത്തെയും കൂടെ ഒരുമിച്ച് കഴിക്കും. സോ അതൊക്കെയാണ് ഓരോ പ്രോബ്ലം. നമ്മുടെ ഈ കൈയിൻ്റെ മുഷ്ടി ചുരുട്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും സാധിക്കും. അതെങ്ങനെ ശരിക്കും നമ്മുടെ ഹാർട്ട് എടുത്താൽ അത്രേ സൈസേ കാണത്തുള്ളൂ ഓരോരുത്തരുടെ. ബട്ട് ദാറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ പ്രഷറുള്ള ആൾക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്ന ഒരാളെ പോലെ അവരുടെ അറയ്ക്കൊക്കെ മസിൽ കൂടുതലായിരിക്കും. സോ അതൊക്കെ ഉള്ള പേഷ്യൻസിന് ഡേഞ്ചറസ് ആണ്. സോ ചെറിയ എന്തെങ്കിലും മതി, ബിഗ് ടൈം ഡാമേജ് ആണ്. ഓക്കെ, ശരിക്കും നമ്മൾ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ എങ്ങനെയൊക്കെയാണ്? നോർമലായിട്ട് ഒരു 70 to 80. അത്ലറ്റ്സിൽ കുറച്ച് കുറവായിരിക്കും, പിള്ളേർക്ക് കുറച്ച് കൂടുതലുമായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കുറേ നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ടുഡേയ്സ് പ്രോഗ്രാം ബ്രോട്ട് ടു യു ബൈ ഓരോ ഹൃദയമിടിപ്പും ജീവന്റെ തുടിപ്പാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയ താളത്തിനൊപ്പം മാർസ് ലീവ മെഡിസിറ്റി പാല. ഡോണ്ട് മിസ് എ ബീറ്റ്. SK ജംഗ്ഷനാണ് കൂടെയുള്ളത്. RJ സൂരജ്. ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ്. ഡോക്ടർ കൃഷ്ണൻ സി ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സീനിയർ കാർഡിയാക് കൺസൾട്ടൻ്റ് ആണ് മാർസ് ലീവ മെഡിസിറ്റി പാലയിൽ. ഇനിയിപ്പോൾ സാർ ഡെയിലി ലൈഫിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. ഇനിയിപ്പം ഒരാൾ ഒരു അറ്റാക്കിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പല ആളുകളും പല കാരണങ്ങൾ കൊണ്ട് പല ഇതും സ്കിപ്പ് ചെയ്യാറുണ്ട്. ചികിത്സ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അത് കൃത്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഒരു അറ്റാക്കിൻ്റെ സിംറ്റം ഉണ്ട് എന്നൊരു ECG വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഇപ്പോൾ പെട്ടെന്നൊരു പെയിനൊക്കെ വന്ന് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പം ECG വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ നോർമലി നമ്മുടെ അടുത്തൊക്കെ എന്ന് പറയുമ്പം പല റൂറൽ ഏരിയയിലും ചെറിയ ഹോസ്പിറ്റൽസും പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. നോർമലി ഫസ്റ്റ് സ്റ്റെപ്പ് ECG എടുക്കുമെന്നുള്ളത്. ECGയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ തൊട്ടടുത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ ഒരു യാത്ര മുതൽ, ആ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായിരിക്കും ഒരു രോഗിയെ പരിചരിക്കുന്ന സമയത്ത്? ഇപ്പം ആണുങ്ങൾക്കാണെങ്കിൽ നെഞ്ചുവേദന ഉണ്ടാകാറുണ്ട്. ഇപ്പം സ്ത്രീകൾക്ക് പലപ്പോഴും നെഞ്ചുവേദന ഉണ്ടാവാറ്. ഇപ്പം നെഞ്ചുവേദനയായിട്ട് കാഷ്വാലിറ്റിയിൽ വരുന്ന വളരെ ചുരുക്കം ആൾക്കാരൊക്കെ ഉള്ളൂ. സ്ത്രീകൾക്ക് സാധാരണ ഒരു ക്ഷീണം, കൈകാൽ കുടച്ചിൽ, അല്ലെങ്കിൽ നടുവേദന, അല്ലെങ്കിൽ ഒരു ജോയുടെ അവിടെ ഒരു പെയിൻ, ഷോൾഡർ പെയിൻ, ഇതൊക്കെ വേഗ് സിംറ്റംസാണ്. സോ അത് കാരണം ഫീമെയിൽസിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ താമസം വരും. അപ്പോഴത്തേക്കും ഡയഗ്നോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഒരുപാട് ലേറ്റ് ആയി പോകും. അസുഖം ഒരുപാട് മൂർത്തിച്ച് പോവുകയും. ആണുങ്ങൾക്ക് അങ്ങനെയല്ല, കഴിവതും അവർക്കറിയാം ആ പെയിൻ അവിടെ നെഞ്ചിൻ്റെ ഭാഗത്ത് തന്നെയാണ്. സോ ദെയിൽ ടെൽ യു. അപ്പം നേരെ കാഷ്വാലിറ്റിയിലോട്ട് വരിക. എക്കോസ്പ്രിൻ ക്ലോപ്പിഡോഗ്രൽ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്. അതുണ്ടെങ്കിൽ 2 എണ്ണം വായിലിടുക. ഇല്ലെങ്കിൽ അടുത്തുള്ള ഇപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ജംഗ്ഷനിലും ഹോസ്പിറ്റൽസ്, ടെറിഷറി കെയർ സെൻറ്റേഴ്സ് ഉണ്ട്. ചില ആശുപത്രിയിൽ പോയാലേ രക്ഷപ്പെടുകയുള്ളൂ, ചില ആശുപത്രിയിൽ പോയാലേ അങ്ങനെ ചെയ്യരുത്. ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ പോയി സ്റ്റെബിലൈസ് ചെയ്യുക. ECG എടുത്താണെങ്കിൽ ECG എടുത്ത് അതിനെ ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനകത്ത് ഏത് ചെറിയ ആശുപത്രിയിലും അവർക്ക് ഡ്രഗ്സ് കൊടുക്കുക. അത് കൊടുത്ത് അലിയിക്കാത്ത മരുന്നും ഇഞ്ചക്ഷനും കൊടുത്തു കഴിഞ്ഞ് പേഷ്യൻ്റ് സ്റ്റേബിളാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുക. പലരും ഉണ്ട് വന്നിട്ട് കാഷ്വാലിറ്റി ഇല്ല ഞങ്ങൾ വേറൊരു ആശുപത്രി പോകാം, കൂടിയ ആശുപത്രി അതാണ്. അങ്ങനെ അത് കോമ്പറ്റേറ്റീവാണ്. ബട്ട് പേഷ്യൻ്റ് ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ സംഭവം ആ ഇമർജൻസി ഫേസ് സ്റ്റേബിൾ ആവുന്നിടം വരെ ഏത് ലോക്കൽ ഹോസ്പിറ്റൽ, ഇപ്പോൾ പാല മെഡിക്കൽ ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ എന്ന് കോട്ടയം ജനറൽ ഹോസ്പിറ്റൽ, അവിടെ ആണെങ്കിലും സ്റ്റെബിലൈസ് ചെയ്യുക. പിന്നെ നമുക്ക് ബിഗ് ടൈം ഹോസ്പിറ്റൽസിലോട്ട് പോകും. അല്ലാതെ എടുത്തതിനിപ്പം പഴയതുപോലെ ഇവിടുന്ന് നേരെ എറണാകുളത്ത് അല്ലെങ്കിൽ ചെന്നൈയിലോട്ടൊക്കെ പോയാൽ പകുതി പേഷ്യൻസ് അവിടെ എത്തത്തില്ല. എത്തിയാലും യു ലൂസ് വാല്യുബിൾ ടൈം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. 2-3 പാട്ടൊക്കെ കേട്ടതിന് ശേഷം കൃഷ്ണൻ സാറിനോട് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ദിസ് ഇസ് മീ RJ സൂരജ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. ടുഡേയ്സ് പ്രോഗ്രാം ബ്രോട്ട് ടു യു ബൈ ഓരോ ഹൃദയമിടിപ്പും ജീവന്റെ തുടിപ്പാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയ താളത്തിനൊപ്പം മാർസ് ലീവ മെഡിസിറ്റി പാല. ഡോണ്ട് മിസ് എ ബീറ്റ്. SK ജംഗ്ഷനാണ് സർഗക്ഷേത്ര 89.6 FM. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. നമ്മളുടെ ചില സംശയങ്ങൾ ഇല്ലാതാക്കുന്നതിനും നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനും വേണ്ടിയിട്ട് ഇന്നത്തെ SK ജംഗ്ഷനിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ കൃഷ്ണൻ സി ആണ്. അദ്ദേഹം മാർസ് ലീവ മെഡിസിറ്റി പാലായിലെ സീനിയർ ഹൃദ്രോഗ വിഭാഗം മേധാവിയാണ്.
ഇപ്പം മരുന്നിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു, അതോടൊപ്പം തന്നെ ഡെയിലി ലൈഫാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാരിലും വരാം. പണ്ടൊക്കെ ഒരു പ്രായം കഴിയുമ്പോഴാണ് ഹൃദ്രോഗങ്ങൾ എന്നത്. ഇപ്പോൾ അത് ഏത് പ്രായക്കാരിലും ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി. ഈ ഡെയിലി ലൈഫ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ അറ്റാക്ക് സിംറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വിവാഹ ജീവിതം, പ്രഗ്നൻസി, ഇതിനൊക്കെ ഒരു ടെൻഷൻ പ്രശ്നങ്ങളുണ്ടോ, ചിന്തിക്കേണ്ടതുണ്ട്? അങ്ങനത്തെ ചില ആളുകളിലുണ്ട്, ഒരു ചിന്ത വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയല്ല. ആ പ്രഗ്നൻസി ആണെങ്കിൽ ആ സമയങ്ങളിൽ ഈ കുറച്ച് മരുന്നുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സോ അതിന് കവർ ചെയ്യാൻ പറ്റിയ മരുന്നുകൾ വേറെയുണ്ട്. സോ അതുകൊണ്ട് പ്രഗ്നൻ്റ് ആവുന്നില്ല. അല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ ഇവിടെ സർജറി കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോകുന്നവരുണ്ട്, ദുബായിൽ പോകുന്നവരുണ്ട്, വലിയ ട്രക്കുകൾ ഓടിക്കുന്നവരുണ്ട്. സോ ഇതൊരു ജസ്റ്റ് ഒരു ടെമ്പററി ഫേസാണ്. വിത്തിൻ 3 months യു വിൽ ഗെറ്റ് ബാക്ക് ടു യുവർ നോർമൽ. അത് എല്ലാം ചെയ്യാം. ഹൈക്കിങ്ങിന് പോകുന്നവരുണ്ട്. ആക്ച്വലി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ് മാരത്തൺ ഓടാൻ പോകുന്നുണ്ട്. സോ ആക്ച്വലി ഇതൊരു ജസ്റ്റ് ഒരു ടെമ്പററിയാണ്. അത് കുറച്ച് നമ്മുടെ മനസ്സിൻ്റെ സെറ്റപ്പ്. ദാറ്റ് എന്തെങ്കിലും പറ്റി അയ്യോ ജീവിതം തീർന്നു പോയി. യു ക്യാൻ ഡു എവറിത്തിങ്. ഒരാൾ ആ പ്രായത്തിൽ ചെയ്യുന്ന എല്ലാ പരിപാടിയും ചെയ്യാം. കുറച്ച് സ്ലോ ആയിരിക്കണം. അത് ബാക്ക് ഓഫ് ദ മൈൻഡ് നമ്മൾ ഈ സർജറി കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ നമുക്കിതുള്ളതാണെന്നുള്ളൊരു ചെറിയ ബോധം വേണം. ഓക്കെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ലാലേട്ടൻ്റെ ഫാൻ ആയതുകൊണ്ട് ലാലേട്ടൻ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയിൽ ഹൃദയം മാറ്റി വെക്കുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് ഡെയിലി ലൈഫിലേക്ക് ഒരു ബൈസ്റ്റാൻഡർ, ഒരു ഹോം നേഴ്സിനെ വെക്കുന്നതും കെയറിങ്ങും സപ്പോർട്ടും യോഗ, ഇതൊക്കെയാണ്. ഇത്തരത്തിലുള്ള യോഗ എക്സസൈസ് ഇതിനൊക്കെ ഇതിൽ പ്രാധാന്യമുണ്ടോ? അതെ, അത് യോഗയ്ക്ക് ഡെഫിനറ്റ്ലി സ്ട്രെസ് ബസ്റ്റർ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മുടെ മൈൻഡ് കൺട്രോളിങ്, നമ്മുടെ ഒരു നെഗറ്റിവിറ്റി വരാതിരിക്കാൻ അത് ഒരുപാട്. പിന്നെ എക്സസൈസ് ഡെഫിനറ്റ്ലി നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് എക്സസൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. സോ ഡെഫിനറ്റ്ലി എക്സസൈസ്. ഓക്കെ. ഇപ്പം ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്ന സമയത്ത് മെഡിസിൻ്റെ കാര്യം വളരെ കോസ്റ്റ്ലി ആയിട്ടായിരിക്കും പല മെഡിസിൻസ് വരുന്നത്. ചില ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്, ചില മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ചില റേറ്റ് കുറവായിരിക്കും. മറ്റ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓവർ കോസ്റ്റ്ലി ആയിരിക്കും. എന്നാൽ മേ ബി നമ്മൾ കണ്ടന്റ് ഒക്കെ നോക്കുന്ന സമയത്ത് കണ്ടന്റ് എല്ലാം സെയിം ആയിട്ടുള്ള വരാണ്. അപ്പം അത്തരത്തിലുള്ള സാധാരണക്കാർക്കൊരു മെസ്സേജ് എന്ന രീതിയിൽ അവർക്ക് ഒന്ന് ഇറ്റ്സ് ലൈക്ക് നമ്മൾ മെർസിഡീസ് ബെൻസ് വാങ്ങിച്ച എന്നാണ് മാരുതി കാർ വാങ്ങിക്കുന്നത്. അൾട്ടിമേറ്റ്ലി രണ്ടും സെർവ്സ് ദ സെയിം പർപ്പസ്. ഒന്ന് പിന്നെ നമുക്ക് 10 പേരെ കാണിക്കാം മെർസിഡീസ് ആവുകയെ. പക്ഷേ ഡെഫിനറ്റ്ലി ചില മരുന്നുകൾ വയ്ക്കുമ്പോഴത്തേക്കും എക്സ്പെൻസീവ് ഡ്രഗ്സ് ആണ് നല്ലത്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ മരുന്നുകളുടെ വെള്ളത്തില്ല. അപ്പോൾ അതിനകത്ത് വെള്ളം ചേർക്കുന്നതിൽ ഒരുപാട് പേരുണ്ട്, അയ്യോ 10 ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തോ അങ്ങനെ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് എല്ലാം കൂടെ ഒരു ഗുളിക ആയിക്കോട്ടെ. അത് നമ്പർ കുറയും. പക്ഷേ കമ്പനിക്കാരൻ പറയുന്ന ഇത്രയും ഗുളികയുടെ കണ്ടൻറ്റ് അതിനകത്തുണ്ട്. നമ്മളൊക്കെ അതിനകത്ത് ഒരു ഫാക്ട് ചെക്കില്ല. ഇപ്പോൾ ഒരുപാട് മരുന്നും അങ്ങനെ ഇപ്പോൾ കോഫ് സിറപ്പൊക്കെ പലതും കൊടുത്ത് വിദേശ രാജ്യത്തിൽ പോയി ചെക്ക് ചെയ്തിട്ട് റിജക്റ്റായി വരുന്നുണ്ട്. സോ വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. പിന്നെ ഈ ജനത ഔഷധി വഴിയൊക്കെ ഒരുപാട് ഇപ്പോൾ സബ്സിഡൈസ് വരുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി മരുന്ന് കഴിക്കുക. അറ്റ്ലീസ്റ്റ് യു നോ ദാറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെന്ന്. കഴിക്കാതിരിക്കുന്നതിലും ഭേദം എന്തെങ്കിലും ഒന്ന് കഴിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ സാർ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. 2-3 പാട്ടൊക്കെ കേട്ടതിന് ശേഷം വീണ്ടും ഈ ഒരു വേൾഡ് ഹാർട്ട് ഡേയിൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ടുഡേയ്സ് പ്രോഗ്രാം ബ്രോട്ട് യു ബൈ ഓരോ ഹൃദയമിടിപ്പും ജീവന്റെ തുടിപ്പാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം മാർസ് ലീവ മെഡിസിറ്റി പാല. ഡോണ്ട് മിസ് എ ബീറ്റ്. ഹൃദയത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ്. ഒരു വലിയ ഡോക്ടറാണ് നമ്മളോടൊപ്പം ഉള്ളത്, കൃഷ്ണൻ സർ. ചില ബിരുദന്മാരുണ്ട് ഡോക്ടർ പറയുന്നതിനും സ്കിപ്പ് ചെയ്ത് കളിക്കുക എന്നുള്ളത്. അവരോടുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? അത് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു വാശിയായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്താഗതി ആയിരിക്കാം. ഇത്രയൊക്കെ വേണോ, അതൊന്നും വേണ്ട, അങ്ങേരുള്ളത് മുഴുവൻ എഴുതി തന്നിരിക്കുകയാണ്, ഇത് കണ്ടു ലിസ്റ്റ് നോക്കി. അപ്പോൾ ഡോക്ടർക്ക് അപ്പുറം സ്കിപ്പ് ചെയ്യുന്നൊരു ടെൻഡൻസി യൂത്തിനേക്കാൾ കൂടുതൽ പ്രായമായവരിലുണ്ടോ എന്ന് സംശയമുണ്ട്. അത് കുറച്ച് വാട്സാപ്പ് മെസ്സേജും എക്സസൈസും കൈയുടെ ഇവിടെ ഞെക്കിയാൽ മതി അക്യുപങ്ക്ചർ പോലത്തെ ഒരുപാട് സംഭവങ്ങൾ പ്ലേ അപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം പക്ഷേ അവരുടെ വിചാരം ഡോക്ടർമാർ ഈ പൈസ അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൽ വരുന്ന കൊടുക്കുന്ന പൈസേൻ്റെ 1/4 നമുക്ക് കിട്ടും. 4 0.1% 2% അങ്ങനെ നമുക്ക് കിട്ടുന്നത്. സോ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ, ഇപ്പോൾ 2 ലക്ഷം രൂപ സർജറിക്കുന്ന ആ 2 ലക്ഷം രൂപ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും, അതിൻ്റെ ഒരു പോയിൻ്റ് എത്രയോ ശതമാനം എനിക്ക് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് ആളുകളുടെ ഒരു റോങ് കൺസെപ്റ്റാണ്. അൾട്ടിമേറ്റ്ലി വെൻ ദേ ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ ഓടി വന്നിട്ട് പിന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ദ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് അല്ലെ എമൗണ്ട് ഓഫ് എഫേർട്ട് അതിനകത്ത് ഇടാനുള്ളത് ഭയങ്കര അധികം. ഒരിക്കൽ ഡാമേജ് ഹാർട്ടിനും തലച്ചോറിനൊക്കെ ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇർറിക്കവറബിൾ. പിന്നെ കാർഡിയക് അറ്റാക്ക് വന്നിട്ട് ഹാർട്ട് ഫെയിലിയറിൽ പോവുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്ന് ബാത്റൂം പോകണമെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ്. വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. വെള്ളം അധികം കുടിച്ചാൽ ശ്വാസം മുട്ട് വരും. ഒരു 2 പടി കയറാൻ പറ്റത്തില്ല.
യു വിൽ ബി നമ്മുടെ സ്വന്തം വീടിൻ്റെ ബെഡ് മാത്രമായി പോകും. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ കഴിവതും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പക്ഷേ ചിലരത് അക്സെപ്റ്റ് ചെയ്യും, ചില ആളുകൾക്ക് ഇപ്പം പ്രായഭേദമന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ കിതപ്പ് വരിക, സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ കയറാൻ പറ്റാത്തുള്ളൊരു ടെൻഡൻസി ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണോ, അതോ അത് ജസ്റ്റ് ഒരു നോർമൽ അല്ല? നമ്മൾ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മൾ കുറച്ച് നാൾ നടക്കായിരുന്നു, പെട്ടെന്ന് പടി കയറുമ്പോൾ അത് പെട്ടെന്ന് ഒരു അണപ്പുണ്ട്. മറ്റങ്ങനെയല്ല, നമ്മൾ പടി കയറി കഴിഞ്ഞിട്ട് കുറേ സമയം എടുക്കുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ നോക്കി അതും ഞാൻ പറഞ്ഞു ഏജ് ഉണ്ട്. ഇപ്പോൾ ഒരു 10-25 വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വിടാം. അതിന് മേളിലുള്ളവരാണെങ്കിൽ പയ്യൊരു ECG, ഒരു എക്കോ, ഒരു TMT, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തും പേടിക്കാതെ ചെയ്യാം. മറ്റതല്ലെങ്കിൽ, കാരണം മുമ്പൊക്കെ സ്റ്റഡീസ് വെച്ചിട്ട് സ്ത്രീകൾക്ക് 60 വയസ്സ് വരെ മെനപ്പോസ് വരെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ സ്റ്റഡീസ് അങ്ങനെയല്ല. 35 മുതൽ 55 ഇയേഴ്സിൽ ഈ അസുഖം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന 40 ഇയേഴ്സിൽ ഒരുപാട് സ്ത്രീകൾ, നമ്മളെക്കാളും ഒരുപാട് പ്രായം കുറഞ്ഞ ആൾക്കാർ സർജറിക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഇറ്റ്സ് ഓവർവെൽമിങ്. പക്ഷേ അവർക്കും അച്ഛനും അമ്മയ്ക്കും ഇല്ല, അവർ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. സോ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ വാട്ട് ടു ഡു, ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള നെഞ്ചുവേദന അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പെയിനൊക്കെ വരുന്ന സമയത്ത് പല വീടുകളും അത് ഗ്യാസിൻ്റെ ആയിരിക്കും. ഗ്യാസിൻ്റെ രണ്ട് വെളുത്തൊരു സംഭവം അതെടുത്തിട്ട് അതിൽ ചൂടുവെള്ളം കുടിച്ചാൽ മതി എന്നുള്ളൊരു സംഭവം വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും പിള്ളേർ പറയുന്ന സമയത്ത് പാരൻസിന് അത് അങ്ങനെ ഗൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അല്ലല്ല, കാരണം പണ്ടൊക്കെ നമ്മൾ MBBS കഴിഞ്ഞ് കാഷ്വാലിറ്റി ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ നെഞ്ചുവേന അല്ല വയറ്റ് വേനായിട്ട് വരുമ്പോഴത്തേക്ക് ECG എടുപ്പിക്കുന്നു. ഉടനെ നമ്മൾ തിരിഞ്ഞും ചീത്ത കളിക്കാം, അവൻ കാശുണ്ടാക്കാൻ വേണ്ടി ECG എടുത്തിരിക്കുന്ന അബ്ഡോമിനൽ പെയിനായിട്ട് വന്നതാണ്. സോ അതാ ഇപ്പോഴത്തെ പെയിൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ECG എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ അറിയാം, കാരണം അത്രയ്ക്കും വേരിയസ് സിംറ്റംസ്. സോ അതുകൊണ്ടിപ്പം ആരെന്ത് സിംറ്റം പറഞ്ഞാലും എന്നാൽ ആദ്യമേ കാർഡിയാക്ക് ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്ത ബാക്കി പരിപാടിയുള്ളൂ. ഓക്കെ, റൈറ്റ്. ആദ്യമേ വന്നു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ട്. ഓൾറൈറ്റ്, ഇന്നത്തെ SK ജംഗ്ഷനിൽ നമുക്ക് ഹൃദയ സംബന്ധമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ കൃഷ്ണൻ സാറാണ്. മാർസ് ലീവ മെഡിസിറ്റി പാലായിലെ സീനിയർ ഹൃദ്രോഗ വിഭാഗം മേധാവിയാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ബിഫോർ ദാറ്റ് കുറേ നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. Today's program brought to you by ഓരോ ഹൃദയമിടിപ്പും ജീവന്റെ തുടിപ്പാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയ താളത്തിനൊപ്പം മാർസ് ലീവ മെഡിസിറ്റി പാല. ഡോണ്ട് മിസ് എ ബീറ്റ്. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഇന്നത്തെ SK ജംഗ്ഷനിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ കൃഷ്ണൻ സി ആണ്. അദ്ദേഹം മാർസ് ലീവ മെഡിസിറ്റി പാലായിലെ സീനിയർ ഹൃദ്രോഗ വിഭാഗം മേധാവിയാണ്. സർ, നമ്മളെപ്പോഴും ദാനം ചെയ്യുക എന്നുള്ളത് നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മളുടെ ലൈഫ് കൊണ്ട് മറ്റൊരാളുണ്ടെങ്കിൽ എന്നും നമ്മൾ മെമ്മറബിൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇപ്പം അപകടങ്ങളൊക്കെ പറ്റുന്നത് നമ്മൾ ധാരാളം കേൾക്കുക, ഹൃദയം ദാനം ചെയ്യുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സാറിനൊരു കാഴ്ചപ്പാട്. ആക്ച്വലി ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ 100 റീനൽ ട്രാൻസ്പ്ലാന്റായി. നമ്മൾ തുടങ്ങിയിട്ട് 5 വർഷം കഷ്ടിയാവുന്നേ ഉള്ളൂ. കാർഡിയക്കും ലിവർ നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്നു. പ്രോബ്ലം എന്താ വെച്ചാൽ ഇതൊരു ഇമോഷണൽ, നമുക്ക് എത്ര തന്നെ പേഷ്യൻ്റ് രക്ഷപ്പെടത്തില്ല അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡാന്ന് പറഞ്ഞ് നമ്മൾ പ്രൂവ് ചെയ്താൽ പോലും അവരെ ആ ഒരു ഇല്ല രക്ഷപ്പെടും അതിൽ നിന്ന് പിന്നെ ഡൊനേറ്റ് ചെയ്യിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആക്ച്വലി അതൊരു 2-3 സിനിമയും കൂടെ വന്നതിന് ശേഷം അത് ഭയങ്കര സെറ്റ് ബാക്കായി. നമ്മുടെ തമിഴ് സിനിമയിലൊക്കെ ഇത് ഒരുപാട് ആളുകളെ കൊല്ലുന്നവരെ ഇതിനാന്ന് കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകൾക്കും ഒരു ഭയം. നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടോ എന്നാണ്. ആക്ച്വലി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വെറും അഡ്വർടൈസ്മെൻറ്റും പേരിനും മാത്രമല്ലാതെ ഫിനാൻഷ്യലി ഹോസ്പിറ്റലിന് ഒരു ബെനിഫിറ്റും ഇല്ല. സോ അത് ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ഓഫ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരാളെ അപകടം പറ്റിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഇപ്പം ചില കിടത്തി കൊണ്ടുപോകണം, ഇത്തരത്തിലൊക്കെ പറയാറുണ്ട്. നമ്മൾ അധികം അനക്കണ്ട, BP-യും പ്രഷറും കുറയാതെ ഇരിക്കാനുള്ള മരുന്ന്, അതായത് ഒരിക്കൽ BP കുറഞ്ഞു പോയി ഡാമേജ് ഉണ്ട് പിന്നെ വെച്ചിട്ട് കാര്യമില്ല. സോ ഡാമേജ് ഉണ്ടാകാതെ കഴിവതും വെന്റിലേറ്ററിനാണെങ്കിലും ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മെഷീനാണെങ്കിലും ആ ട്രാൻസ്പ്ലാന്റ് എടുക്കുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരിക്കൽ ഡാമേജ് ചെയ്താൽ പിന്നെ അത് യൂസബിൾ അല്ല. അതാണ് പ്രശ്നം. ആസ് എ ഡോക്ടർ എന്ന രീതിയിൽ ഒരു ഹൃദയം മറ്റൊരു ഹൃദയത്തിലേക്ക് മാറ്റി വയ്ക്കുന്ന അനുഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഓർമ്മയിലുണ്ട്? ഒരു വൈകാരികമായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ആസ് എ ഡോക്ടർ ഒരിക്കലും വൈകാരികമായി ഒന്നിനും സമീപിക്കത്തില്ല. അങ്ങനെയല്ല, ഈ പേഷ്യൻ്റ് ഡൊനേറ്റ് ചെയ്ത ആൾ ആ റിസീപ്പിയൻ്റെ ആ സർജറി കഴിഞ്ഞ്
അതൊക്കെ ഭയങ്കര അവിടെ നമ്മളവിടെ ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണ് ഡോക്ടർമാരെന്ന്. അത് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ അവരത് ദൈവം കൊടുത്ത് അത് കഴിവ് പഠിച്ച് മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്താനും അതിനെ സംരക്ഷിക്കാനും വേണം. അപ്പം എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുണ്ടോ? പിന്നെ സമയം, ഐ സ്ട്രോങ്ലി ബിലീവ് സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരാളുടെ സമയം ആയി കഴിഞ്ഞാൽ നമ്മളിനി എത്ര വലിയ സർജറി ചെയ്താലും നമുക്ക് രക്ഷപ്പെടുത്താം. പക്ഷേ നമ്മൾ രക്ഷപ്പെടത്തില്ല എന്ന് 100% വിശ്വസിക്കുന്നത് പക്ഷേ പാട്ട് പാടി ഇറങ്ങിയപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. കൃഷ്ണൻ ഡോക്ടർ, നിങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞ് കൈ പിടിച്ച അനുഭവങ്ങളൊക്കെ? അതിഷ്ടം പോലെ. പക്ഷെ അതങ്ങനെ നമ്മളത് എൻ്റർടൈൻ ചെയ്യാറില്ല. അത് അവരുടെ സമയം. ഞാൻ അതല്ലേ പറഞ്ഞു, നമ്മൾ മാക്സിമം ഒരുപാട് എഫേർട്ട് ഇട്ട് ഇത്രയും നന്നായിട്ട് സർജറി ചെയ്ത പേഷ്യൻ്റ് മരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്കും അത് ഭയങ്കര ഇമോഷണലാണ്. അത് നമ്മളെല്ലാവരുടെയും പറഞ്ഞുകൊണ്ട് നടക്കാനും പറ്റത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് അത് ഉൾക്കൊള്ളണം. അതേസമയം ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല. പക്ഷേ ഒരു ബീറ്റിൽ തുടങ്ങുന്ന അവിടെ പിന്നെ അത് രക്ഷപ്പെടുന്ന ഇഷ്ടം പോലെ. ഇറ്റ്സ് മിറാക്കിൾ. അതെ, ഇറ്റ്സ് യുവർ ടൈം. ആ ഒരു വേർഡിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ പലപ്പോഴും പല ഡോക്ടർ ഇറ്റ്സ് മിറാക്കിൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ലാസ്റ്റ് മൊമെന്റിൽ ഒന്ന് കൈവച്ചിട്ടും എല്ലാം ദൈവത്തിനെടുത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നത് സ്ട്രോങ്ലി. ഞാൻ ഹാർട്ട് സർജറിയാണ് ചെയ്യുന്നത്. എൻ്റെ പേഷ്യൻസ് എന്തെങ്കിലും പറ്റിയ മരണമാണ് ഇന്ത്യൻസ്. അതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ മിസ്സും സ്ലിപ്പ് ഇല്ല. അപ്പം ഞാൻ എല്ലാവരുടെയും പറയുമ്പോഴത്തേക്കും മരണം വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും ഇത് പറയുമ്പോഴത്തേക്കും അവർ അവിടെ ഇവിടെയൊക്കെ തട്ടാതെ മരണം എന്നൊരു വാക്ക്. കാരണം എൻ്റെ എൻഡ് സ്റ്റേജ് മരണമാണ്, എന്തെങ്കിലും പറ്റിയാലും മരണമാണ്. ഞാൻ എപ്പോഴും തുടങ്ങുന്ന മരണത്തിൽ വെച്ചാണ്. ബട്ട് അത് പറയുകയാണെങ്കിൽ ആളുകൾ വിൽ ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സെൻസ്. നമ്മൾ നന്നായിട്ട് ഹൗ ഡു യു അപ്രോച്ച് ഇറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. 2-3 പാട്ടൊക്കെ കേട്ടതിന് ശേഷം കൃഷ്ണൻ സാറിനോട് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. This is me, RJ Suraj. 89.6 FM സർഗക്ഷേത്ര. SK Junction. Today's program brought to you by ഓരോ ഹൃദയമിടിപ്പും ജീവന്റെ തുടിപ്പാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ഹൃദയദിനത്തിൽ നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം മാർസ് ലീവ മെഡിസിറ്റി പാല. ഡോണ്ട് മിസ് എ ബീറ്റ്. You are listening to സർഗക്ഷേത്ര 89.6 FM. SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. RJ സൂരജ്. ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ്. ഡോക്ടർ കൃഷ്ണൻ സി ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സീനിയർ കാർഡിയാക് കൺസൾട്ടന്റ് ആണ് മാർസ് ലീവ മെഡിസിറ്റി പാലായിൽ. സർ, ഇപ്പം വളർന്നു വരുന്ന തലമുറയ്ക്ക് ആണെങ്കിലും ഈ ഒരു ദാനം ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരുടെ ജീവിത രീതിയുടെ ഭാഗമായിട്ട് ചിലരത് ഉൾക്കൊള്ളും, ചെയ്യാൻ വില്ലിങ്ങും, ചിലർ വില്ലിങ് ആവാറില്ല. അത് വളരെ അവരുടെ വൈകാരികമായി. ആസ് എ ഡോക്ടർ എന്ന രീതിയിൽ അവർക്കൊരു മെസ്സേജ്, നമ്മളൊരു ദാനം ഇപ്പം ഫോർ ഐ ആണെങ്കിലും നമ്മുടെ ഹൃദയമാണെങ്കിലും മറ്റ് ദാനം ചെയ്യാൻ പറ്റുന്ന അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനെ കുറിച്ച് സാറിൻ്റെ ഒരു കോൺസെപ്റ്റും ഒരു പ്യൂർലി നമ്മുടെ യൂത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്. ഡെഫിനറ്റ്ലി നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും ബ്രെയിൻ ഡെഡ് ആണെന്ന് അറിഞ്ഞാൽ അപ്പോഴേ ഫസ്റ്റ് തിങ് ഇസ് യങ്ങർ ദ ഏജ് ദ ബെറ്റർ ഇറ്റ് ഇസ്. കാരണം ഒരാൾക്ക് ഇതേപോലെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റത്തില്ല, ബാത്റൂം പോകാൻ പറ്റത്തില്ല, അബ്സല്യൂട്ട്ലി ജീവിതം മടുത്ത് വെറുത്ത് മരണമാണ് നാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ഫുൾ ജീവിതം കൊടുക്കുക. നിങ്ങൾ ദൈവത്തിനേക്കാളും വലിയ ആളായി മാറും. അതൊക്കെയാണ് ഇതിൻ്റെ പാഠം. ആർക്ക് ഇത് രക്ഷപ്പെടത്തില്ല അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡ് ആണെന്ന് പറഞ്ഞാൽ അപ്പോഴേ ഫസ്റ്റ് തിങ് ഇസ് ഡൊനേറ്റ് എവറിത്തിങ്. കാരണം എന്തായാലും അത് നിലച്ചു പോവും, അതൊരു പ്രയോജനം ഇല്ലാതെ പോവുകയാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗിവ്. ഓക്കെ, ഈ ഒരു വേൾഡ് ഹാർട്ട് ഡേയിൽ കോമൺ ആയിട്ട് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ള കാര്യം എന്തൊക്കെയായിരിക്കും? ആസ് എ ഡോക്ടർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, അതും മരണം തൊട്ടാണ് തുടങ്ങുന്നത്, മരണത്തിൽ നിന്നാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. കാരണം ജനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പം സാറിൻ്റെ ഒരു കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അതായത് ഓരോരുത്തരും അസുഖം ആദ്യമേ ഉണ്ടെന്നുള്ള അറിയുക. അതായത് മൂടി മറയ്ക്കാൻ നോക്കണ്ട. നമ്മൾ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ആളുകളുടെ ഒരു പേടി, ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ പൈസയാണ്, പിന്നെ ഓരോ ടെസ്റ്റാണ്. ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണം. നമ്മുടെ ഇവിടെ ഒരു കൺസെപ്റ്റേ ഇല്ല. വെളിയിലൊക്കെ പോകണേ അറ്റ്ലീസ്റ്റ് അബോവ് ദ ഏജ് ഓഫ് 50 അവർ ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു റെഗുലർ ചെക്കപ്പ് എന്ന് പറയുന്നില്ല. വല്ലപ്പോഴും ഒരു റാൻഡം ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. ഡെഫിനറ്റ്ലി എല്ലാവരും ചെക്കപ്പ് ചെയ്യണം. അസുഖങ്ങളുണ്ടെങ്കിൽ നേരത്തെ ചികിത്സിക്കണം. കാരണം ഡാമേജ് ഒരിക്കൽ വന്നു കഴിഞ്ഞാലോ അസുഖം വന്നു കഴിഞ്ഞാൽ അത് റിപ്പയറബിൾ അല്ല, ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും. അതിനേക്കാട്ടിലും ഭേദം ആദ്യമേ അസുഖമുണ്ടോ ഇല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. ഓക്കെ സാർ, ഇന്നത്തെ SK ജംഗ്ഷനിൽ നമുക്ക് ഹൃദയ സംബന്ധമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ കൃഷ്ണൻ സാറാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്രയും നേരം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന്. താങ്ക് യു. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.